ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് വരെയുടെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് വരാവുന്ന ചില ക്വസ്റ്റ്യൻസുകളും അതേമാതിരി ചില ട്രിക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് പ്രൈം നമ്പർ സെലക്ട് ചെയ്തിട്ട് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് അവർ ചോദിക്കാം. അപ്പോൾ ഇതിലത്തെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2, 3, പിന്നെ 5, 7 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്, മൊത്തം 10 നമ്പറും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പർ 4 എണ്ണം. അപ്പോൾ 4 ടോട്ടൽ 4/10 എന്ന് എഴുതും. 4/10 വേണമെങ്കിൽ വീട്ടിൽ ചെറുതാക്കാം. അപ്പോൾ 2/5 എന്ന് കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഒരു പെട്ടിക്കകത്ത് 5 ഗ്രീൻ ബീഡ്സ് ഉണ്ട്, 6 ബ്ലൂ ബീഡ്സ് ഉണ്ട്, 7 റെഡ് ബീഡ്സ് ഉണ്ട്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഈ പെട്ടിക്കകത്ത് നിന്ന് ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ, ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ, റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്ത് വെക്കേണ്ടത് ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടലാണ് കണ്ടുവയ്ക്കുക. ടോട്ടൽ കണ്ടുവച്ചു. ഇനി ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/18 ചെയ്ത് വയ്ക്കുക, ബ്ലൂ കിട്ടാനുള്ളത് 6/18 ചെയ്ത് വയ്ക്കുക, റെഡ് കിട്ടാനുള്ളത് 7/18 ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത പ്രോബ്ലം, അതിന് മുന്നിട്ട് കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഫ്രാക്ഷൻസ് വന്നിട്ട് ഇതിൽ ഏതാ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ വലുതായിട്ടുള്ള നമ്പറാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററുകൾ സെയിം ആയിട്ട് ഡിനോമിനേറ്ററുകൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ചെറിയ നമ്പർ വരുന്നതാണ് വലിയ ഫ്രാക്ഷൻ. അത് എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നതിൽ ഏത് ആണ് കൂടുതൽ വലിയ പ്രോബബിലിറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അടുത്തത് വേറെ 2 പാത്രങ്ങളുടെ പ്രോബ്ലം വരും. ഒരു പാത്രത്തിനകത്ത് 5 ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ബീഡ്സ് ഉണ്ട്, അതിനകത്ത് തന്നെ 4 റെഡ് ബീഡ്സ് ഉണ്ട്. വേറെ പാത്രത്തിനകത്ത് 7 ഗ്രീൻ ഉണ്ട്, 8 റെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ടോട്ടൽ കണ്ടുവയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 9 ആണ്, ഇതിൻ്റെ ടോട്ടൽ 15 ആണ്. ഈ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പെയേഴ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 15 135 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനുകളുടെ പെയർ കണ്ടുപിടിക്കുക. ഇതിലത്തെ ഗ്രീൻ ഇൻറ്റു ഇതിലത്തെ ഗ്രീൻ കണ്ടുപിടിക്കുക. 75 എന്ന് പറഞ്ഞാൽ 35 ആണ്. അടുത്ത് പെയർ ഓഫ് റെഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ റെഡ് ഇൻറ്റു ഈ റെഡ്, അപ്പോൾ 4 × 8 എന്ന് പറഞ്ഞാൽ 32. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലത്തെ ഗ്രീൻ ഇൻറ്റു ഇതിലത്തെ റെഡ്, ഓക്കെ, അതിൻ്റെ ഒരു പെയർ കണ്ടുപിടിക്കുക. അപ്പോൾ 5 × 8 40. പിന്നെ ഇതിലത്തെ റെഡ് ഇൻറ്റു ഇതിലത്തെ ഗ്രീൻ 4 × 7 എന്ന് പറഞ്ഞാൽ 28. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഇനി നമുക്ക് പറയാണ് രണ്ടിന്ന് നമുക്ക് ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതിൽ ഗ്രീൻ ഇൻറ്റു ഗ്രീനിൻ്റെ പെയർ നോക്കുക, അത് 35 ആണ്. ആ 35 ടോട്ടൽ ചെയ്ത് വയ്ക്കും. അപ്പോൾ 35/135 കിട്ടും. അടുത്ത് നമുക്ക് ചോദിക്കും പ്രോബിലിറ്റി ഓഫ് 2 റെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. 2 റെഡ് വരുന്ന പെയർ ഏതായാലും 32 ആണല്ലോ. അപ്പോൾ 32 ടോട്ടൽ ഇവിടെ എഴുതി വയ്ക്കുക. ആൻസറായി. പിന്നെ ചോദിക്കുന്നത് എങ്ങനെയായി പോയി കഴിഞ്ഞാലും ഒരു ഗ്രീന് കിട്ടണം. ഓക്കെ, രണ്ടിന്നും ഓരോ ഗ്രീൻ വെച്ച് കിട്ടണം എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രീൻ കിട്ടാനുള്ളതിൻ്റെ ഏതൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ വരുന്നത് ഏതൊക്കെയാണ്, ഗ്രീൻ ഇൻറ്റു ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ 35. പിന്നെ ഗ്രീൻ ഇൻറ്റു റെഡിൽ ഗ്രീൻ ഉണ്ട് 40, റെഡിൻ്റെ ഗ്രീനിൽ ഗ്രീൻ ഉണ്ട് 28. അതെല്ലാം ആഡ് ചെയ്ത് എഴുതുക /135. അപ്പോൾ 103/135 കിട്ടും. ഇനി അടുത്ത് ഇതേമാതിരി എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരു റെഡെങ്കിലും കിട്ടിയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഡ് വരുന്ന എല്ലാ പ്രോബബിലിറ്റി എടുക്കുക. റെഡ് വരുന്നതെല്ലാം എടുക്കുക. റെഡ് ഇൻറ്റു റെഡ് വേണം. അപ്പോൾ 32, 40, 28. ഇപ്പോൾ ടോട്ടൽ 100/135 കിട്ടും. പിന്നെ പറയുകയാണ് നമുക്ക് ഓൺലി 1 ഷുഡ് ബി ഗ്രീൻ. രണ്ടെന്ന് എടുത്തു കഴിഞ്ഞാലും ഒരെണ്ണേ ഗ്രീൻ ആവാൻ പാടുള്ളൂ. ഒരെണ്ണേ ഗ്രീൻ ആവാൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഗ്രീൻ ഇൻറ്റു റെഡ് എടുക്കുക, അതായത് റെഡ് ഇൻറ്റു ഗ്രീൻ. കാരണം ഇതിലൊക്കെ ഒരു ജി ഉണ്ട്, ഒരു ആർ ഉണ്ട്. ഇതിൽ ഒരു ആർ ഉണ്ട്, ഒരു ജി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ട്രിക്കാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. 40 + 28/135 എന്ന് പറഞ്ഞാൽ 68/135 കിട്ടും. അടുത്തത് 1 ഷുഡ് ബി റെഡ്. രണ്ട് പാത്രത്തിന് എടുത്താലും ശരി ഒരെണ്ണത്തിന് റെഡ് കിട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 40 + 28/135 വെച്ച്, അപ്പോൾ 68/135. വെട്ടി ചെറുതാക്കാൻ പറ്റുന്നതൊക്കെ പരമാവധി വെട്ടി ചെറുതാക്കുക. അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പോൾ ഷെയ്ഡഡ് ഫിഗേഴ്സ് വന്നിട്ട് ഇതിനകത്ത് 12 കള്ളികളുണ്ട്, 12 5 ഷെയ്ഡഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കിയ ടോട്ടൽ ചാൻസ് വേണം. അപ്പോൾ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എഴുതി വയ്ക്കുക ടോട്ടൽ ചാൻസ് 1 ആണെന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചു. ടീച്ചർമാർക്ക് ചിലപ്പോൾ മാർക്ക് എന്നൊക്കെ വരും. അപ്പോൾ ഇതിൽ ഷെയ്ഡഡിൻ്റെ കിട്ടാനുള്ളത്, ഷെയ്ഡഡിൻ്റെ പ്രോബിലിറ്റി എന്താണെന്ന് വെച്ചാൽ 5/2 ആണ്. അൺഷെയ്ഡഡ് ആണെങ്കിൽ 7/2 ആണ്. ഈ ടോട്ടൽ ചാൻസ് = 1 എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ 5/15 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുക, 10/50 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇതേ പറഞ്ഞ വഴിയാണ് ഈ സാധനം.
5/12 10/12 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഓക്കെ, അടുത്തത് ഫിഗേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഫിഗേഴ്സിൻ്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കുക. ഇതിനകത്ത് എന്താ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിഗറിനകത്ത് വേറെ ഫിഗർ ഉണ്ട്, നമ്മൾ കണ്ണടച്ചൊരു ഫിഗറിൽ തൊടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്ക്വയറിനകത്ത് സർക്കിൾ ഉണ്ട്, നമ്മൾ കണ്ണടച്ച് സർക്കിളിന് തൊടണം എന്നുണ്ടെങ്കിൽ തൊടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്, സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ സൈഡ് എ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പാരലായി കിടക്കുന്നതുകൊണ്ട് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ a/2. അപ്പോൾ റേഡിയസിൻ്റെ ഇവിടെ a/2 ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യുക. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ പൈ ഇൻറ്റു a²/4 കിട്ടും. അപ്പോൾ കണ്ണടച്ച് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സർക്കിളിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ ബൈ സ്ക്വയറിൻ്റെ ഏരിയ ചെയ്യുക. അപ്പോൾ നമുക്ക് π/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി സർക്കിളിൻ്റെ വെളിയിലായിരുന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി മൈനസ് ഇപ്പോൾ കിട്ടിയ ഏരിയ, അപ്പോൾ 1 - π/4. ഓക്കെ, അപ്പോൾ ഏരിയയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വേറൊരു പ്രോബ്ലം ഉണ്ടത് പണ്ടപ്പോഴേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്തൊരു വലിയ സെമി സർക്കിൾ ഉണ്ട്. വലിയ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2r ആണ്. അതിനകത്ത് ചെറിയ സെമി സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് സ്മോളർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. കണ്ണടച്ചിട്ട് തൊടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സെമി സർക്കിളിനകത്ത് തൊടാനുള്ള പ്രോബബിലിറ്റി, കണ്ണടച്ച് തൊടുകയാണെങ്കിൽ വലിയ സെമി സർക്കിളിനകത്ത് തൊടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടോട്ടൽ ചാൻസ് = 1 എന്നൊക്കെ എഴുതി വയ്ക്കുക. അതിനുശേഷം രണ്ട് സെമി സർക്കിളുകളുടെയും ഏരിയ കണ്ടു വയ്ക്കുക. ഓക്കെ, അപ്പോൾ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πr² കിട്ടും, ഫൈനൽ ആൻസർ. ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ നമുക്ക് πr² കിട്ടി. ഓക്കെ, ഇനി കണ്ണടച്ചിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചെറിയ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ. അത് ചെയ്ത് വെച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ സെമി സർക്കിളിൽ തൊടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 - 1/4 നമുക്ക് 3/4 എന്ന് കിട്ടും.